നെല്ലിക്കുഴിയിൽ നടന്ന രക്ഷാപ്രവർത്തനം വേറിട്ടതായി. മനുഷ്യനെയല്ല, മനുഷ്യൻ കാക്കയെയാണ് രക്ഷിച്ചത്. ഷോക്കേറ്റ് വീണ കാക്കയ്ക്ക് CPR നൽകി പുനർജന്മം നൽകിയത് കോൺഗ്രസ് നേതാവായ പരീത് പട്ടമാവുടിയാണ്. നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ ശനിയാഴ്ച രാവിലെ 6:15 സംഭവം. പള്ളിയിൽ പോയി മടങ്ങി വന്ന ശേഷം ഹോട്ടലിൽ പതിവ് ചായകുടിയും രാഷ്ട്രീയ ചർച്ചയുമായി ഇരിക്കുമ്പോഴാണ് ആ കാക്ക ജീവനോട് മല്ലടിക്കുന്നത് പരീത് പട്ടമാവുടി കാണുന്നത്. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വീണ കാക്കയെ CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷയിലൂടെയാണ് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ് പരീത് പട്ടമാവുടി. ഒപ്പം പാലിയേറ്റീവ് രംഗത്തും പ്രവർത്തന പരിചയമുണ്ട്. അതുകൊണ്ടാണ് CPR എന്ന വജ്രായുധം പ്രയോഗിക്കാൻ കഴിഞ്ഞത്. സമയത്താണ് ഞങ്ങളിത് അവിടെ വന്നിരുന്ന് നമസ്കാരം കഴിഞ്ഞ് വന്നിരിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ കാക്ക പറന്ന് ഒരു ചെറിയ ശബ്ദത്തോടു കൂടി താഴേക്ക് വീഴുന്ന ഞങ്ങൾ ശ്രദ്ധപ്പെട്ടത്. ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല, പറന്ന് പോയി എന്ന് വിചാരിച്ചു. പിന്നെ തല്ലിപ്പടയ്ക്കുന്ന ഒരവസ്ഥ കണ്ടിട്ട് റോഡിൻ്റെ അപ്പുറത്തേക്ക് ചെന്ന് കഴിയുമ്പോഴാണ് ഇതിങ്ങനെ അബോധാവസ്ഥയിൽ കിടക്കുന്നത്. പെട്ടെന്നെടുത്ത് അതിനെ നെഞ്ചിൽ തട്ടുകയും അതുപോലെ തന്നെ വായിൽ നിന്ന് നമ്മൾ CPR കൊടുക്കുന്ന മനുഷ്യനൊക്കെ CPR കൊടുക്കുന്ന സംവിധാനം ഉണ്ടല്ലോ, അതിങ്ങനെ ചെറിയൊരു പ്രാക്ടീസ് ആ കാര്യത്തിൽ എനിക്കുണ്ട്. പാലിയേറ്റീവ് രംഗത്തൊക്കെ പ്രവർത്തിക്കലുണ്ട്. പിന്നെ അങ്ങനെ പൊതുപ്രവർത്തനമൊക്കെയാണ് നടക്കുമ്പോൾ ഇതൊക്കെ കേട്ടും കണ്ടുമൊക്കെ ചെറിയ പരിചയമൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ ഇത് അഴുക്കൊക്കെ കൊത്തി നടക്കുന്നതാണ്. ഒരു സമയം ഞാൻ ഓർത്തു ഇത് എല്ലാ പൂച്ചേനെയും പട്ടീനും ഒക്കെ കൊത്തി തിന്നും, അഴുക്കുകളിയാലൊക്കെ കൊത്തി തിന്നുന്ന കാക്കയാണല്ലോ, എങ്ങനെ തന്നെ. അത് പിന്നെ നോക്കിയപ്പോൾ ഒരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ജീവികളുടെ പരിഗണന എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വന്നു, ചെയ്തു. കാരണം അത് ജീവൻ രക്ഷപ്പെടുവാണെങ്കിൽ അതാണ് അപ്പോൾ ആലോചിച്ചത്. അങ്ങനെ 200 പ്രാവശ്യം കൊടുത്തു. ഒരു 10 മിനിറ്റ് കൂടുതൽ തട്ടുകയും CPR കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് പുള്ളി പെട്ടെന്ന് ഒരു കോൺഷ്യസിലേക്ക് വന്നു, കണ്ണു തുറന്നു. പിന്നെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി നോർമലായി. അങ്ങനെ പയ്യെ പറന്നു പോവാണ് ഇത്. മനുഷ്യന്റെ ജീവൻ പോലെ തന്നെ വിലയുള്ളതാണ് ഭൂമിയിലെ ഓരോ ജീവജാലങ്ങളുടെ ജീവനും. ഈ തിരിച്ചറിവാണ് തക്ക സമയത്ത് രക്ഷകനാകാൻ പരീതിനെ പ്രേരിപ്പിച്ചത്. ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിലെ ആത്മസംതൃപ്തിയിലാണ് അദ്ദേഹം. ശരിക്കും ഒരു ചരിതാർത്ഥമുള്ള നിമിഷമാണ്. കാരണം ദൈവം വന്ന ആയുസ് നമ്മൾ നിമിത്തം ഒന്ന് നീട്ടി കൊടുക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ അപാരകരങ്ങൾ കൊണ്ടാണ് എല്ലാ ജീവജാലം നിലനിൽക്കുന്നതും ആയുസ്സും അദ്ദേഹമാണ് കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു അപകടം സംഭവിച്ച ഒരാളെ അല്ലെങ്കിൽ ഒരു ജീവിയെ ആ സമയത്ത് നമുക്കൊന്ന് സഹായിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്നുള്ള രീതിയിൽ ശരിക്കും ചരിതാർത്ഥമുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്.